രാവിലെ ആദർശേട്ടന് ഗോതമ്പ് കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ അമ്മ ചിരകി തന്നിട്ടുണ്ടായിരുന്നു. ഗോതമ്പ് വേവിക്കാൻ കുക്കർ നോക്കുമ്പോഴാണ് കുക്കറിൽ അമ്മ കറി ഉണ്ടാക്കി വെച്ചേക്കണു. അങ്ങനെ നേരെ പാത്രം എടുത്ത് കഴുകി വെക്കാൻ കേട്ടോ. സൂചി ഗോതമ്പ് കൊണ്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതേ കവറൊക്കെ പൊട്ടിച്ച് കുക്കറിൽ ഇട്ടിട്ട് ഞാൻ ഗോതമ്പ് നന്നായിട്ട് കഴുകി എടുത്തു കേട്ടോ. അങ്ങനെ കുക്കർ അടയ്ക്കാൻ നോക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. ഞങ്ങൾ ലാസ്റ്റ് അമ്മ വന്നിട്ട് ഇതേ കുക്കറൊക്കെ അടച്ച് അമ്മ തന്നെ അടുപ്പത്ത് അത് വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. 3 വിസിൽ മതിയിട്ടാ ഗോതമ്പ് വേവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിത് മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട്. ഞങ്ങളുടെ മിക്സിയുടെ ജാർ എല്ലാം കേടായേക്കാണ്. ഈ ഒരു ജാറും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിലാച്ചങ്ങ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പാടാണ്. ഈ കഞ്ഞി ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമ്മുടെ സൂചി ഗോതമ്പ് കുക്കറിലിട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ തേങ്ങ അരച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുക വേണ്ടു കേട്ടോ. അപ്പോൾ ആദർശേട്ടന് ഇതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ആദർശേട്ടന് ഞാൻ കഞ്ഞി കൊടുത്തു. ആദർശേട്ടന് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറയട്ടെ. അങ്ങനെ ഞാനും ആദർശേട്ടനും രാവിലെ ഇരുന്നിട്ട് ഇതേ ഗോതമ്പ് കഞ്ഞിയൊക്കെ എടുത്തും കുടിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങൾ അധികം കഴുകാനുണ്ടായിരുന്നു. കാരണം കഞ്ഞി വെച്ച പാത്രങ്ങളൊക്കെ ഞാൻ സിങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ ആ പാത്രങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുത്ത് കഴുകാണ് കേട്ടോ. ഈ നെറ്റ് ഭയങ്കര കംഫർട്ടാണ് ഇടാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ കുറച്ച് ലെങ്ത് കൂടുതലാണ് എനിക്ക്. പക്ഷെ ഇത് ആദർശേട്ടന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. എന്നാലും എനിക്ക് ഭയങ്കര കംഫർട്ടാണ് ഇത് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് പാത്രമൊക്കെ കഴുകി അവിടെ തുടയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഈ തുടയ്ക്കണുണ്ടാവില്ല ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. കാരണം നമ്മൾ നന്നായിട്ട് നീറ്റായിട്ട് വെള്ളമൊക്കെ പോരും കേട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്ക് കഴുകിയിട്ടാൽ മതി. പിന്നെ ഞാനിത് അടിച്ചൊരു തുടയ്ക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. പിന്നെ പണികൾ കഴിഞ്ഞാൽ വേഗം കുളിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ചൂടുവെള്ളം കുറച്ച് കെറ്റിൽ വെച്ചു കേട്ടോ. അങ്ങനെ ഇത് വേഗം അടിച്ചൊരു തുടയ്ക്കാനുണ്ടാവും. എനിക്ക് കുമ്പിട്ടിരുന്ന് കോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ആദർശമായിട്ട് ഇത് കോരാൻ വേണ്ടിയിട്ട് ഒരു സംഭവിക്ക് കൊണ്ടുവന്നിട്ട് കേട്ടോ. അങ്ങനെ എൻ്റെ പണികൾ കഴിയുമ്പോഴേക്കും എൻ്റെ ചൂടുവെള്ളം അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ചൂടുവെള്ളമൊക്കെ കൊണ്ടൊഴിച്ചു. ഇനി ചൂടുവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സമാധാനം കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.